വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA എന്ന മുന്നണിയും ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ INDIA എന്ന പ്രതിപക്ഷ സഖ്യവും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷ ഐക്യം 27 ചെറുതും വലുതുമായ കക്ഷികൾ ചേർന്നുണ്ടാക്കിയതാണ്. അതിലേറിയ പങ്കും പ്രാദേശിക കക്ഷികളാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം, ശരത് പവാറിൻ്റെ NCP, നേരത്തെ ഉണ്ടായിരുന്ന ബീഹാറിലെ ജനതാദൾ U നിതീഷ് കുമാർ നേതൃത്വം കൊടുത്തിരുന്നത്, അഖിലേഷ് യാദവ് നേതൃത്വം കൊടുക്കുന്ന സമാജ്വാദി പാർട്ടി, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ ശിവസേനയുടെ ഒരു ഭാഗം, ആം ആദ്മി പാർട്ടി, ഇങ്ങനെ പ്രാദേശികമായി പ്രാതിനിധ്യമുള്ള പല കക്ഷികളും ചേർന്നാണ് INDIA എന്ന മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണി ഒറ്റക്കെട്ടായി ഒരു BJP മുക്ത ഭാരതം സൃഷ്ടിക്കണം എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു കാരണവശാലും BJPക്ക് ഒരു മൂന്നാം ഊഴം കൊടുക്കാൻ പാടില്ല. ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയവൽക്കരണവും കാവ്യവൽക്കരണവും നടത്തി മതേതര സ്വഭാവം നഷ്ടപ്പെടുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യക്ക് യോജിച്ചതായിട്ടുള്ള ഒരു പാർട്ടി അല്ല എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ പ്രതിപക്ഷ ഐക്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ അടുത്ത സമയത്തായി ഈ പ്രതിപക്ഷ സഖ്യത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു കക്ഷി എന്ന നിലയിൽ തുടക്കം മുതൽ ഒരാഴ്ച മുൻപ് വരെ ഈ സഖ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ബീഹാറിൽ നിതീഷ് കുമാർ, അവിടുത്തെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ U എന്ന പാർട്ടി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഈ നിതീഷ് കുമാർ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പൊടുന്നനവെ കളം മാറ്റി അദ്ദേഹം ഈ മുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരു പക്ഷേ സഫലമാവുകയില്ല എന്ന സംശയം കൊണ്ടുകൂടിയാകണം അദ്ദേഹം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കളം മാറ്റി ചവിട്ടിയത്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ രസകരമായി വിശേഷിപ്പിക്കുന്നത് ഓന്തിനേക്കാൾ നിറം മാറുന്ന പ്രകൃതമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നതാണ്. അദ്ദേഹം മാറിയിട്ടുള്ള മുന്നണികളുടെ സംഖ്യ അദ്ദേഹത്തിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് സംശയമാണ്. 8 പ്രാവശ്യം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ബീഹാറിലെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു ലാലു പ്രസാദ് യാദവ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന RJD എന്ന പാർട്ടി. അനാരോഗ്യം മൂലം ലാലു പ്രസാദ് യാദവ് ഈ പാർട്ടിയുടെ ചുമതലയെല്ലാം തൻ്റെ കുടുംബാംഗങ്ങളെ, മക്കളെയെല്ലാം ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ പിന്നണിയിൽ നിൽക്കുകയാണ്. ആ യാദവിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് യാദവുമായുള്ള സഖ്യവും അതുപോലെ കോൺഗ്രസ് പാർട്ടിയുമായുള്ള സഖ്യവും ഒരുമിച്ച് നിന്ന് ബീഹാറിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന നിതീഷ് കുമാർ ഈ 2 പാർട്ടികളുമായ ബന്ധമാണ് പൊടുന്നനെ വിച്ഛേദിച്ച് BJP ക്യാമ്പിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെയുള്ള ചില അപശബ്ദങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജിയും അഖിലേഷ് യാദവും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ ഈ മുന്നണിയുടെ സഖ്യ കക്ഷികൾ എന്ന രീതിയിൽ കൈയും മെയ്യും മറന്ന് ഒരുമിച്ച് നിന്ന് പോരാടാനായിട്ടുള്ള മാനസികാവസ്ഥയിലെത്തിയിട്ടില്ല. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടി ഒരു നിർണായക ശക്തിയാണ്. അതുകൊണ്ട് അഖിലേഷ് യാദവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണെങ്കിലും ചില നാമമാത്രമായ സീറ്റുകൾ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UPയിൽ കൊടുക്കാൻ തയ്യാറാവുന്നുള്ളൂ.
ഏതാണ്ട് അതേ രീതിയിലാണ് ഡൽഹിയിലെയും പഞ്ചാബിലെയും അവസ്ഥ. ഡൽഹിയും പഞ്ചാബും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവർക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അവർ അവിടെ ഒരു തരത്തിൽ അവഗണിക്കാൻ ശ്രമിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഏതാണ്ട് ബംഗാളിലും. മമതാ ബാനർജി അസാധാരണമായ സ്വാധീനം ബംഗാളിലുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. അവർക്കും കോൺഗ്രസ്സിന് കാര്യമായിട്ടുള്ള പങ്കാളിത്തം സീറ്റ് വിഭജനത്തിൽ നൽകാനുള്ള സന്നദ്ധത ഇല്ലാത്ത രീതിയിലാണ് വാക്കിലും പ്രവൃത്തിയിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഒരു ഏകോപനം നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതിനകത്തെ കക്ഷികൾ ഇപ്പോഴും അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ആ ഐക്യത്തിന് തന്നെ വെല്ലുവിളി ഉണർത്തുകയാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയെ വളരെയേറെ സഹായിക്കും തെരഞ്ഞെടുപ്പിൽ എന്ന് വിചാരിച്ചാൽ പോലും അധികപ്പറ്റാവുകയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ പ്രതിപക്ഷ മുന്നണി തകർക്കണം, അതിനകത്തുള്ള കക്ഷികളെ കുതിരക്കച്ചവടത്തിലൂടെയാണെങ്കിലും ഒന്നുകിൽ വിലക്കെടുക്കണം അല്ലെങ്കിൽ നിർജീവമാക്കണം എന്ന പ്രതിജ്ഞയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടുക എന്ന പ്രതിജ്ഞയോടുകൂടെ രംഗത്ത് വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ ഇന്ത്യ മുന്നണി ഏകോപനമില്ലാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകും എന്ന് വേണം കരുതാൻ. ഏതായാലും സാഹചര്യം നന്നായി വിലയിരുത്തുവാൻ പ്രാപ്തരായിട്ടുള്ള സീനിയർ നേതാക്കന്മാർ ഈ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട്. ശരത് പവാർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ അഖിലേഷ് യാദവ് തുടങ്ങിയതായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ ഈ മുന്നണി രൂപീകരിച്ചപ്പോൾ എടുത്തതായ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നാൽ അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും BJPക്ക് എന്ന കാര്യത്തിലും സംശയമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് വിജയിച്ചു എന്ന മട്ടിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പാർലമെൻറ്റിലൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബഹുമാന്യയായ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പ്രസംഗത്തിലെ അവസാനത്തെ ഖണ്ഡിക ജൂലൈയിൽ ഞങ്ങൾ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും എന്നാണ്. ഞങ്ങൾ അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരതീയ ജനതാ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഞങ്ങൾ തന്നെ ആയിരിക്കും ഇനിയും 5 വർഷം ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്നുള്ള വലിയ തികഞ്ഞ ആത്മവിശ്വാസമാണ്. അവരുടെ ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടുന്നതാണ് പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലുള്ള അപശബ്ദങ്ങൾ എന്നതും കാണേണ്ടതായിട്ടുണ്ട്. ഏതായാലും നാളിതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതാനും മാസങ്ങൾക്കകം പ്രഖ്യാപിക്കും. അത് കഴിയുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കുറേ കൂടെ വേഗത്തിലാവുകയും കൂടുതൽ ഫലകരമായ ചർച്ചകളിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നണിക്കകത്ത് പ്രതിസന്ധികളൊന്നുമില്ല. കാരണം അവരോടൊപ്പമുള്ളത് വളരെ നാമമാത്രമായ ചില പ്രാദേശിക കക്ഷികളാണ്. വലിയ സ്വാധീനമൊന്നും ഉള്ളതല്ല. ഉദാഹരണമായി കേരളത്തിൽ അവരുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന BDJS, അവർക്കൊക്കെ കേരളത്തിലുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാം. അതുപോലെ താരതമ്യേന ഒരു പ്രാധാന്യവുമില്ലാത്ത ചില ചില്ലറ കക്ഷികളാണ് ഈ BJP മുന്നണിയിലുള്ളത്. അതുകൊണ്ട് BJPക്ക് സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയല്ല. അവർക്ക് സുഗമമായി സീറ്റ് വിഭജിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു. അത് കേരളത്തിലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കാം എന്നാണ് അവരുടെ ശ്രമം. എന്തായാലും പ്രതിപക്ഷ മുന്നണിയിൽ കൂടുതൽ ധാരണയോടുകൂടെ ഐക്യം ഉണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ മുന്നണി മറ്റ് അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്നുകൊണ്ട് സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഒരു ധാരണയിലെത്തി ഒറ്റക്കെട്ടായി നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും എന്നും പ്രതീക്ഷിക്കാം. ആ തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഇവർ പോകുന്നുണ്ട് എന്നതിൻ്റെ സൂചനകൾ അവിടെയായി കിട്ടുന്നുണ്ട്. വരും ദിവസങ്ങൾ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ പിടിവാശിയൊക്കെ ഉപേക്ഷിച്ച് മമതാ ബാനർജിയും അഖിലേഷ് യാദവും അരവിന്ദ് കേജ്രിവാളും അതുപോലെ തന്നെ മറ്റ് കക്ഷി നേതാക്കന്മാരുമൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തി മുന്നോട്ട് പോകും എന്ന് തന്നെ വേണം കരുതാൻ. അതില്ല എങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്നതായിട്ടുള്ള വലിയ വെല്ലുവിളികൾ മതേതരത്വത്തിനും അതുപോലെ തന്നെ പല സമൂഹങ്ങൾ ചേർന്നുള്ള ഐക്യത്തിനുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെയേറെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൂടിയാണ് ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന മത്സരങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്നതും കാത്തിരിക്കുന്നതും. എല്ലാം ഭംഗിയായും ചന്തമായും നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ മതസൗഹാർദ്ദതയും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്ന ആഗ്രഹമുള്ള ജനകോടികളുള്ള രാജ്യമാണ്. ഈ വൈവിധ്യമാർന്ന ഈ ഭാരതം ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവർ ധാരാളമുണ്ട്, ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ കക്ഷികളുടെ വരും നാളുകളിലെ നീക്കം എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടും ഉത്കണ്ഠയോടുകൂടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്.